എല്ലാവർക്കും നമസ്കാരം. മെട്രിക്സ് പാർട്ട് 5. ഈ വീഡിയോയിൽ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്, അതുപോലെ തന്നെ സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ലെറ്റ് A be an m by n matrix. The matrix obtained by interchanging the rows and columns of A is called the transpose of A. അതായത് ഒരു മെട്രിക്സിൻ്റെ റോസും കോളംസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ മെട്രിക്സിലെ റോസ് കംപ്ലീറ്റ് കോളമായി തീരും. അതുപോലെ തന്നെ കോളംസ് കംപ്ലീറ്റ് റോസ് ആയും എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ദി ട്രാൻസ്പോസ് ഓഫ് എ ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ എ റൈസ് ടു ടി ഓർ എ ഡാഷ്. If A is of order m by n, then a raised to t is of order n by m. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എയുടെ ഓർഡർ m by n ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ n by m ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പരിശോധിക്കാം. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6, അതായത് 3 റോസും 2 കോളംസുമാണ് ഉള്ളത്. then a transpose equal to matrix 1 3 5 2 4 6, അതായത് ആദ്യത്തെ മെട്രിക്സിലെ റോ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ അതിലെ കോളമായി തീരും. ഇപ്പോൾ 1 2 ഫസ്റ്റ് റോ ആണെങ്കിൽ ട്രാൻസ്പോസിലെ ഫസ്റ്റ് കോളമായിരിക്കും 1 2. 3 4 എന്ന് പറയുന്നത് എ എന്ന മെട്രിക്സിലെ സെക്കൻഡ് റോ ആണെങ്കിൽ ട്രാൻസ്പോസിലെത്തുമ്പോൾ അത് സെക്കൻഡ് കോളമായി തീരും. 5 6 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിലെ തേർഡ് റോ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിലെത്തുമ്പോൾ അത് തേർഡ് കോളമായി തീരും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്നുള്ളത് 2/3 ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ. ഇഫ് എ ഈക്വൽ ടു റോ മെട്രിക്സ് -3 4 -2, അതായത് ആ മെട്രിക്സിൻ്റെ ഓർഡർ 1/3 ആണ്. ഒരു റോയും 3 കോളംസുമാണ് ഉള്ളത്. ദെൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു കോളം മെട്രിക്സ് -3 4 -2. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് റോ അതായത് ആ റോ കംപ്ലീറ്റ് കോളമായി തീർന്നു. ഇപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1. അടുത്ത എക്സാമ്പിൾ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 2 3 -1 0, അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡർ 2 ആണ്. ദെൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു 2 -1 3 0, അതായത് എയിലെ ഫസ്റ്റ് റോ അതായത് 2 3 എന്ന് പറയുന്നത് ട്രാൻസ്പോസിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് കോളമായി മാറും. അതുപോലെ എ എന്ന് പറയുന്ന മെട്രിക്സിലെ സെക്കൻഡ് റോ ആയ -1 0 ട്രാൻസ്പോസിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് കോളമായി മാറുന്നു. അപ്പോൾ എയുടെ ഓർഡർ 2 ആണെങ്കിൽ ട്രാൻസ്പോസിൻ്റെ ഓർഡറും 2 ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 3 8 6 9 2 2 7 0, then a transpose equal to 1 6 2 3 9 7 8 2 0, അതായത് സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കും. കാരണം ഏതൊരു സ്ക്വയർ മെട്രിക്സിൻ്റെയും റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. Properties of transposes. If A transpose and B transpose are the transposes of the matrices A and B respectively, അതായത് എയുടെ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ്,
ഇതുപോലെ ബി എന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് ബി ട്രാൻസ്പോസ്. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം എഗെയിൻ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സ് തന്നെ ലഭിക്കുന്നതാണ്. എയുടെ ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് ഒന്നുകൂടി കാണുകയാണെങ്കിൽ നമുക്ക് എ തന്നെ ലഭിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്, എ ആൻഡ് ബി ബീയിങ് ഓഫ് ദി സെയിം സൈസ്. അതായത് രണ്ട് മെട്രിക്സിൻ്റെ സമ്മിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഓരോ മെട്രിക്സിൻ്റെയും ട്രാൻസ്പോസിൻ്റെ സം ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്, കെ ബീയിങ് എനി നമ്പർ റിയൽ ഓർ കോംപ്ലക്സ്. അതായത് ഒരു മെട്രിക്സിനെ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാലും അതുപോലെ തന്നെ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് അതും ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം കെ ട്രാൻസ്പോസ് എടുക്കാതിരിക്കാനുള്ള റീസൺ മെട്രിക്സിന് മാത്രമേ ട്രാൻസ്പോസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, എ ആൻഡ് ബി ബീയിങ് കൺഫോമബിൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഓരോ മെട്രിക്സിൻ്റെയും ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം റിവേഴ്സായി മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അടുത്തത് സിമെട്രിക് മെട്രിസസ്. A square matrix is said to be symmetric if it is the same as its transpose. അതായത് ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അത്തരം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. Thus, a square matrix A is a symmetric matrix if A transpose equal to A. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ എക്സാമ്പിൾ മെട്രിക്സ് എ എച്ച് എച്ച് ജി. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അതേ മെട്രിക്സ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതായത് അതിൻ്റെ റോ എന്ന് പറയുന്നതും കോളം എന്ന് പറയുന്നതും ഈക്വലാണ്. അതുപോലെ തന്നെ അടുത്ത മെട്രിക്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മെട്രിക്സ് 1 3 -2. അതായത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 3 -2, ഫസ്റ്റ് കോളം എന്ന് പറയുന്നതും 1 3 -2. അതുപോലെ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 3 9 7, സെക്കൻഡ് കോളം എന്ന് പറയുന്നതും 3 9 7, തേർഡ് റോ എന്ന് പറയുന്നത് -2 7 0, തേർഡ് കോളം അതും -2 7 0. അതായത് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിം മെട്രിക്സ് കിട്ടും. അതുകൊണ്ട് അതിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാവുന്നതാണ്. സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. A square matrix A is said to be skew symmetric if A transpose equal to -A. അതായത് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ നമുക്ക് -A എന്ന് കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കാവുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ മെട്രിക്സ് 0 -h h 0. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് റോ 0 -h എന്നുള്ളത് 0 -h ഫസ്റ്റ് കോളമായി മാറും. അതുപോലെ h0 എന്ന് പറയുന്നത് സെക്കൻഡ് കോളമായി മാറും. അതിൽ നിന്നും നമുക്ക് കോമൺ ആയി ഒരു മൈനസ് പുറമേക്ക് എടുക്കാൻ സാധിക്കും.
അതിനുശേഷം ബാക്കിയുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ നമുക്ക് മൈനസ് എ എന്ന് ലഭിക്കുകയാണെങ്കിൽ ആ എനെ വിളിക്കാവുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി രണ്ടാമത്തെ മെട്രിക്സ് ശ്രദ്ധിക്കുക. 0 3 -2 അതാണ് ഫസ്റ്റ് റോ. ഫസ്റ്റ് കോളം ശ്രദ്ധിക്കേണ്ട കാര്യം 0 -3 2. അതായത് ഫസ്റ്റ് റോയിലെ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം ആകുമ്പോൾ -3 ആയി മാറി. ഫസ്റ്റ് റോയിലെ -2 എന്ന എലിമെൻറ്റ് ഫസ്റ്റ് കോളത്തിൽ +2 എന്നായി മാറി. ഇപ്പോൾ 0 3 -2 എന്ന റോയ്ക്ക് പകരം കോളമായി മാറുമ്പോൾ 0 -3 2. അതുപോലെ സെക്കൻഡ് റോ പരിഗണിക്കാം. -3 0 -7 സെക്കൻഡ് കോളം. അതായത് ആ റോയിലെ എല്ലാ സൈനുകളും മാറിക്കഴിഞ്ഞു. അതായത് 3 0 7. ഇനി തേർഡ് റോ എന്ന് പറയുന്നത് 2 7 0. തേർഡ് കോളം എന്ന് പറയുന്നത് -2 -7 0. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് കംപ്ലീറ്റ് 0 ആയിരിക്കും. എങ്കിലേ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും ഡയഗണൽ എലിമെൻറ്റ്സ് കംപ്ലീറ്റ് 0 ആയിരിക്കും. ഫസ്റ്റ് പ്രോബ്ലം. If A equal to matrix 4 5 3 6 and B equal to matrix 0 2 -3 -4, find A plus B all raised to T. അതായത് A plus B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ്. ഏറ്റവും ആദ്യം ഇതിനെ A plus B നമുക്ക് കണ്ടുപിടിക്കാം. മാട്രിക്സ് 4 5 3 6 പ്ലസ് മാട്രിക്സ് 0 2 -3 -4 കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ മാട്രിക്സ് 4 + 0 5 2 3 -3 6 -4 which is equal to matrix 4 7 0 2. ഇപ്പോൾ നമുക്ക് A plus B ലഭിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതായത് A plus B all ട്രാൻസ്പോസ് ഈക്വൽ ടു A plus B ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ട്രാൻസ്പോസിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് കോളമായി മാറും. അതായത് ഫസ്റ്റ് റോ ആയ 4 7 എന്നുള്ളത് ഫസ്റ്റ് കോളമായി മാറും. സെക്കൻഡ് റോ ആയ 0 2 എന്നുള്ളത് സെക്കൻഡ് കോളമായി മാറുന്നതാണ്. ദെൻ A plus B all ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 4 0 7 2. നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് A equal to matrix 2 -5 3 3 4 2 and B equal to matrix 7 8 -2 2 1 6. Verify that A plus B transpose equal to A transpose plus B transpose. അതിനുവേണ്ടി ആദ്യം A equal to matrix 2 -5 3 3 4 2 and B equal to matrix 7 8 -2 2 1 6. Now A plus B equal to രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതിയാകും. ദെൻ മാട്രിക്സ് 2 -5 3 3 4 2 പ്ലസ് മാട്രിക്സ് 7 8 -2 2 1 6. കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 2 + 7 9 -5 + 8 3 3 -2 1 3 + 2 5 4 + 1 5 2 + 6 8. അതായത് മാട്രിക്സ് 9 3 1 5 5 8. Now A plus B ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി A plus Bയിലെ ഫസ്റ്റ് റോ ആയ 9 3 1 എന്നുള്ളത് ഇവിടെ ഫസ്റ്റ് കോളമായി എഴുതുന്നു. അതുപോലെ സെക്കൻഡ് റോ 5 5 8 ഇവിടെ സെക്കൻഡ് കോളമായി എഴുതുന്നു. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഓൾറെഡി എ തന്നിട്ടുണ്ട്. ദെൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു, അപ്പോൾ എയിലെ ഫസ്റ്റ് റോ എന്നുള്ളത് എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളമായി എഴുതുന്നു.
എയിലെ സെക്കൻഡ് റോ 3, 4, 2 എന്നുള്ളത് എ ട്രാൻസ്പോസിൻ്റെ സെക്കൻഡ് കോളമായി എഴുതുന്നു. ഇതുപോലെ തന്നെ ബി ട്രാൻസ്പോസും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ മെട്രിക്സ് 7, 2, 8, 1, -2, 6. ദെൻ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് രണ്ടിൻ്റെയും സം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ 2 + 7 9, 3 + 2 5, -5 + 8 3, 4 + 1 5, 3 - 2 1, 2 + 6 8. Then A plus B all transpose equal to A transpose plus B transpose. Next problem. If A equal to matrix 2 - 1 3 0 1 2 and B equal to matrix 2 0 1 1 3 1, verify that AB all transpose equal to B transpose into A transpose. ഇത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി given A equal to matrix 2 - 1 3 0 1 2 and B equal to matrix 2 0 1 1 3 1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/2, B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/3. സോ ഈ രണ്ട് മെട്രിസസും കൺഫോമബിൾ മെട്രിസസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാവുന്നതാണ്. ദെൻ AB ഈക്വൽ ടു മെട്രിക്സ് 2 - 1 3 0 1 2 ഇൻറ്റു മെട്രിക്സ് 2 0 1 1 3 1. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളം, അതായത് 2 × 2 പ്ലസ് -1 × 1. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 × 0 പ്ലസ് -1 × 3. ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അതായത് 2 × 1 പ്ലസ് -1 × 1. അടുത്ത റോ ലഭിക്കുന്നതിന് വേണ്ടി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 × 2 പ്ലസ് 0 × 1. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 3 × 0 പ്ലസ് 0 × 3. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 3 × 1 പ്ലസ് 0 × 1. നെക്സ്റ്റ് റോയ്ക്ക് വേണ്ടി ആദ്യത്തെ മെട്രിക്സിൻ്റെ തേർഡ് റോ ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം 1 × 2 പ്ലസ് 2 × 1. ദെൻ തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 × 0 പ്ലസ് 2 × 3. തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം 1 × 1 പ്ലസ് 2 × 1, which is equal to matrix 3 - 3 1 6 0 3 4 6 3. ഇപ്പോൾ നമുക്ക് AB ലഭിച്ചു കഴിഞ്ഞു. ഇനി ABയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ABയിലെ ഫസ്റ്റ് റോ 3 - 3 1 എന്ന് പറയുന്നത് ട്രാൻസ്പോസിലാകുമ്പോൾ ഫസ്റ്റ് കോളമായി തീരും. 6 0 3 എന്ന് പറയുന്ന സെക്കൻഡ് റോ ട്രാൻസ്പോസിലാകുമ്പോൾ സെക്കൻഡ് കോളമായി തീരും. ABയുടെ തേർഡ് റോ 4 6 3 എന്നുള്ളത് ട്രാൻസ്പോസിലായി തീരുമ്പോൾ തേർഡ് കോളമായി മാറുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലഭിച്ചു കഴിഞ്ഞു. Now B transpose equal to matrix 2 1 0 3 1 1 and A transpose equal to matrix 2 3 1 -1 0 2. Now B transpose into A transpose. ഓർഡർ ശരിക്ക് തന്നെ വേണം, റിവേഴ്സ് ഓർഡർ ആണ്. B transpose into A transpose. Then matrix 2 1 0 3 1 1 into matrix 2 3 1 -1 0 2. രണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം 2 × 2 പ്ലസ് 1 × -1. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 × 3 പ്ലസ് 1 × 0. ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 2 × 1 പ്ലസ് 1 × 2. അടുത്ത റോ ലഭിക്കുന്നതിന് വേണ്ടി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 × 2 പ്ലസ് 3 × -1. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 0 × 3 പ്ലസ് 3 × 0. സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 0 × 1 പ്ലസ് 3 × 2. അടുത്ത റോയ്ക്ക് വേണ്ടി തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം
1 into 2 plus 1 into minus 1. Third row into second column, 1 into 3 plus 1 into 0. Third row into third column, 1 into 1 plus 1 into 2, which is equal to 364 minus 306 133. Therefore, AB all transpose equal to B transpose into A transpose. Next problem. If A is any square matrix, then show that A plus A transpose is symmetric and A minus A transpose is skew symmetric. ഏറ്റവും ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നുള്ളത് സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് കണ്ടുപിടിക്കണം. ഒരു മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് കാണാൻ വേണ്ടി അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. അത് തന്ന മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് പറയാം സിമ്മട്രിക് ആണ്. ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് രണ്ടാക്കി മാറ്റാവുന്നതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ. ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രകാരം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ്. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എഗെയിൻ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മട്രിക്. അടുത്തതായി എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് പ്രോപ്പർട്ടി പ്രകാരം. അതുപോലെ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രകാരം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മാറ്റി എഴുതാം എ ട്രാൻസ്പോസ് മൈനസ് എ. ഇനി നമുക്ക് രണ്ടിൽ നിന്നും കോമൺ ആയി ഒരു മൈനസ് പുറമേക്ക് എടുക്കാം. ദെൻ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇപ്പോൾ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് ലഭിച്ചു കഴിഞ്ഞു. അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് എന്നുള്ളത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് every square matrix can be written as the sum of two matrices of which one is symmetric and the other is skew symmetric. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും ആ സ്ക്വയർ മെട്രിക്സിനെ ഒരു സിമ്മട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സം ആയി എഴുതാൻ സാധിക്കും. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെറ്റ് എ ബി എനി സ്ക്വയർ മെട്രിക്സ്. നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് എടുത്തു. നൗ കൺസിഡർ ദി മെട്രിക്സസ് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. ആദ്യമായി നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്നതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. ദെൻ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ബൈ 2. അതായത് 2 എന്ന് പറയുന്നത് നമ്പർ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ട്രാൻസ്പോസ് കാണാതിരുന്നത്. ഇനി ന്യൂമറേറ്ററിനെ നമുക്ക് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്നെഴുതാം, ഓൾ ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കറിയാം പ്രോപ്പർട്ടി പ്രകാരം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്നുള്ളത് എ ആണ്. അതുകൊണ്ട് എ ട്രാൻസ്പോസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്നുള്ളതിൻ്റെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ അത് തന്നെ വീണ്ടും ലഭിച്ചു. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 ഈസ് സിമ്മട്രിക് മെട്രിക്സ്. ഇതുപോലെ
എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുകയാണ്. എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ബൈ ടു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അഗെയിൻ രണ്ടാമത്തെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എ ട്രാൻസ്പോസ് മൈനസ് എ ഡിവൈഡഡ് ബൈ ടു. ന്യൂമറേറ്ററിലെ രണ്ട് ടേമിൽ നിന്നും ഒരു മൈനസ് കോമൺ ആയി പുറമേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു. അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടുവിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു എന്ന് ലഭിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു എന്നുള്ളത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ ടു പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു. അതായത് ഈ എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ ടുവും എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടുവും തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പോസിൻ്റെ ടേംസുകളൊക്കെ ക്യാൻസൽ ചെയ്ത് അവസാനം നമുക്ക് എ തന്നെ ലഭിക്കും. അതായത് എ ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ ടു പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സിമെട്രിക്കും സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമാണ്. അതുകൊണ്ട് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം ആക്കി എഴുതാൻ സാധിക്കും. Next problem. Express the matrix A equal to matrix 1 4 5 2 2 3 3 1 0 as the sum of symmetric and skew symmetric matrices. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക്കിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സം ആക്കി എഴുതാനാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും ആദ്യം given A equal to matrix 1 4 5 2 2 3 3 1 0, then A transpose equal to matrix 1 2 3 4 2 1 5 3 0. Now A plus A transpose by 2. അതായത് എയുടെയും എ ട്രാൻസ്പോസിൻ്റെയും സം കണ്ടതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ മെട്രിക്സ് 1 4 5 2 2 3 3 1 0 പ്ലസ് matrix 1 2 3 4 2 1 5 3 0 all divided by 2 equal to ന്യൂമറേറ്ററിൽ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മെട്രിക്സ് 2 6 8 6 4 4 8 4 0 all divided by 2. ഇപ്പോൾ ഒരു മെട്രിക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെട്രിക്സിൻ്റെ ഉള്ളിലെ ഓരോ എലിമെൻറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. then which is equal to matrix 1 3 4 3 2 2 4 2 0. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ലഭിച്ച മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 3 4, ഫസ്റ്റ് കോളം എന്ന് പറയുന്നതും 1 3 4, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 3 2 2, സെക്കൻഡ് കോളം എന്നുള്ളതും 3 2 2, തേർഡ് റോ 4 2 0, തേർഡ് കോളം 4 2 0. അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അടുത്തതായി നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 4 5 2 2 3 3 1 0 മൈനസ് മെട്രിക്സ് 1 2 3 4 2 1 5 3 0 all divided by 2 equal to ന്യൂമറേറ്റേഴ്സ് ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മെട്രിക്സ് 0 2 2 -2 0 2 -2 -2 0 all divided by 2. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 1 1 -1 0 1 -1 -1 0. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മെട്രിക്സ് പരിഗണിക്കാം. ഫസ്റ്റ് റോ എന്നുള്ളത് 0 1 1, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 0 -1 -1, സെക്കൻഡ് റോ എന്ന് പറയുന്നത് -1 0 1, സെക്കൻഡ് കോളം 1 0 -1.
അതായത് റോയിലെ 0 അല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സിൻ്റെയും സൈൻ മാറിയിട്ടാണ് നമുക്ക് കോളം ലഭിക്കുന്നത്. തേർഡ് റോ പരിഗണിക്കുകയാണെങ്കിൽ -1 -1 0, തേർഡ് കോളം 1 1 0. ശ്രദ്ധിക്കേണ്ടത് ഡയഗണൽ എലിമെന്റ്സ് കംപ്ലീറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ക്ലിയർലി A plus A transpose by 2 is symmetric and A minus A transpose by 2 is skew symmetric matrix. ഇനി ഈ രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് A plus A transpose by 2 plus A minus A transpose by 2. അതായത് മാട്രിക്സ് 1 3 4 3 2 2 4 2 0 പ്ലസ് മാട്രിക്സ് 0 1 1 -1 0 1 -1 -1 0 which is equal to ഇപ്പോൾ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാവുന്നതാണ്. which is equal to മാട്രിക്സ് 1 4 5 2 2 3 3 1 0 which is equal to A. അതായത് A എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് രണ്ട് മെട്രിക്സിൻ്റെ സമ്മാക്കി എഴുതാൻ സാധിക്കും. അതിലൊരു മെട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സും അടുത്ത മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമാണ്.